ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കാളയും കഴുതയും പുൽക്കൂട്ടിൽ. എന്തുകൊണ്ട്? പുൽക്കൂട് ബലിത്തറയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബലിത്തറയായ പുൽക്കൂടും ബലിയായ കുർബാനയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ? പുൽക്കൂട് ഉടമ്പടിയുടെ പേടകമായി മാറുന്നു എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യമെന്ത്? ഈ ക്രിസ്മസിന് ഈ വീഡിയോ മറക്കാതെ കാണണമെന്ന് ഒരു അപേക്ഷയുണ്ട്. ഇത്തവണ ഉണ്ണിച്ചയ്ക്ക് കൊടുക്കുന്ന നല്ല സമ്മാനങ്ങളിലൊന്ന് ഈ വീഡിയോ മൊത്തം കാണുക എന്നതായിരിക്കട്ടെ. അത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചും മനുഷ്യാവതാരത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പിന്നെ ഈ ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ചും നിരവധിയായ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ വളരെയധികം സഹായിക്കുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഇത് ആദ്യം മുതൽ അവസാനം വരെ ഒട്ടും വിട്ടുകളയാതെ കാണണമെന്നും അത് 2, 3, 4 പ്രാവശ്യം കാണണമെന്നും അത് ഉണ്ണീശോയ്ക്ക് പുൽക്കുട്ടിൽ കൊടുക്കുന്ന ഒരു കാഴ്ച സമർപ്പണം പോലെ ആയിരിക്കട്ടെ എന്നും പറയുന്നത്. നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഈ ലൂക്കാസിന്റെ സുവിശേഷം 2:1-7 വരെ വാക്യങ്ങളിൽ പറയുന്നു ഈശോ ജനിച്ചതൊരു പുൽത്തൊഴുത്തിലാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-11 വരെ വാക്യങ്ങളിൽ ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ച്, ഒരു വീട്ടിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് ശിശുവിനെ ആരാധിച്ചു എന്നാണ്. അപ്പം ചിലർ പറയും ജ്ഞാനികൾ വന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. പക്ഷെ അപ്പോഴും ഈ ചോദ്യമുണ്ടല്ലോ, ഏതാണ് വീട്? ലൂക്കാസ് പറയുന്നു പുൽത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത്. മത്തായി പറയുന്നു അതൊരു വീടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു വീട്ടിലാണ്. അപ്പോൾ ഏതാണ് ഈ വീട്? ഇത് രണ്ടും തമ്മിൽ വല്ല വൈരുദ്ധ്യമുണ്ടോ? ഈ ജനിച്ച സ്ഥലത്ത് തന്നെയാണോ ഈ വീട്, അതോ വേറെ വീടാണോ? ആ വീടാണെങ്കിൽ വേറെ വീടാണെങ്കിൽ അത് ഏതാണ്? അതല്ല, ഈ ജനിച്ച സ്ഥലം തന്നെ വീടാണെങ്കിൽ എന്തുകൊണ്ടാണ് ലൂക്കാസ് പുൽത്തൊഴുത്തെന്ന് പറഞ്ഞത്? ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. മറക്കാതെ കാണുക മാത്രമല്ല, പരമാവധി പ്രചരിപ്പിക്കുക. ക്രിസ്മസിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇത് പ്രചരിപ്പിച്ച് സുവിശേഷ പ്രഘോഷണ യജ്ഞത്തിൽ പങ്കാളികളാകണമെന്നും അത് ക്രിസ്മസിന് സമ്മാനമായിരിക്കട്ടെന്നും വീണ്ടും ഞാൻ പറയുകയാണ്. ലൂക്കാസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1-7 വരെ വാക്യങ്ങൾ. അക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചു. ലോകമൊക്കെയും പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് കൈസറുടെ കൽപ്പന പുറപ്പെട്ടു. കിരീനിയസ് സിറിയ നാട് വാഴുമ്പോൾ ഈ ആദ്യത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി എല്ലാവരും തങ്ങളുടെ പട്ടണത്തിലേക്ക് യാത്രയായി. യോസഫ് ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനായിരുന്നതിനാൽ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയം എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ പേരെഴുതിക്കപ്പെടേണ്ടതിന് ഗലീലിൽ നസ്രത്ത് വിട്ട് യഹൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി. അവർ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ തൻ്റെ കടിഞ്ഞുൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി. എന്തെന്നാൽ അവർക്കുള്ള സ്ഥലം സത്രത്തിൽ ഇല്ലായിരുന്നു. ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്ന ആ മഹാത്ഭുതം അത് ലൂക്കാസ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയം, ഭക്ഷണം, കൃപ, ആനന്ദം, എളിമ, സമാധാനം, രക്ഷ, ഇന്നത്തെ പ്രസക്തി, സാർവത്രിക മാനം, സാർവലൗകികം, സാർവജനീനം, സർവ്വലോകങ്ങളെയും സർവ്വജനങ്ങളെയും ബാധിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാലത്തെയും എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന പ്രമേയങ്ങളുടെ പരിസരത്താണ്. പല വർണ്ണങ്ങളിലുള്ള ഇഴകൾ ചേർത്ത് മിശിഹായുടെ ജനനത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ചിത്രക്കമ്പളം നെയ്യുകയാണ് ലൂക്കാസ് എന്ന് പറയാം. ഇത് മനസ്സിലാക്കാൻ കുറച്ച് രാഷ്ട്രീയം നമ്മൾ അറിയേണ്ടതുണ്ട്. അഗസ്റ്റസ് കൈസർ BC 44 ജൂലിയസ് സീസർ കൊല്ലപ്പെട്ടു. ജൂലിയസ് സീസറിനെ കൊല്ലാൻ, സെനറ്റ് മെമ്പേഴ്സ് കൊല്ലാനായിട്ട്, ബ്രൂട്ടസും ഒക്കെ അടക്കമുള്ള സെനറ്റ് മെമ്പേഴ്സ് കൊല്ലാൻ ഒരു കാരണമുണ്ട്. അതുവരെയും റോമൻ റിപ്പബ്ലിക് ആയിരുന്നു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സെനറ്റ് മെമ്പേഴ്സാണ് ഈ റോമ ഭരിച്ചിരുന്നത്. ജൂലിയസ് സീസർ അത് റോമൻ സാമ്രാജ്യമായി മാറ്റാൻ ശ്രമിച്ചു. സാമ്രാജ്യം എന്ന് വെച്ചാൽ ഒരൊറ്റ ചക്രവർത്തി ഭരിക്കുന്നത്. അപ്പോൾ അതുവരെ സെനറ്റ് മെമ്പേഴ്സ് ഭരിക്കുന്ന റോമൻ റിപ്പബ്ലിക് ആയിരുന്നു. ജൂലിയസ് സീസർ അതിനെ റോമ സാമ്രാജ്യമാക്കി മാറ്റാൻ, ഒരു ചക്രവർത്തി വാഴുന്ന സാമ്രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിൽ രോഷം പൂണ്ടിട്ടാണ് ഈ സെനറ്റ് മെമ്പേഴ്സ് ജൂലിയസ് സീസറിനെ കൊല്ലുന്നത്. ഈ ജൂലിയസ് സീസർ BC 44 കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ആഭ്യന്തര യുദ്ധമായിരുന്നു, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി. ഒക്ടേവിയൻ എന്ന് പറഞ്ഞ ആളും പിന്നെ മാർക്കാന്റെയും തമ്മിലായിരുന്നു അധികാര വടംവലി. വളരെ വർഷങ്ങൾ നീണ്ടുനിന്ന ആ അധികാര വടംവലിക്ക് ശേഷം ഒക്ടേവിയൻ മാർക്ക് ആന്റണിയെ പരാജയപ്പെടുത്തി. അങ്ങനെ റോമ സാമ്രാജ്യം സ്ഥാപിച്ചു. അത് BC 30 BC 30
ഈ ഒക്ടേവിയൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം വെറുമൊരു ചക്രവർത്തിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിച്ച ആളല്ല. മറ്റൊരു ചക്രവർത്തിയും അല്ലാതിരുന്ന അല്ലേ, മറ്റു ചക്രവർത്തിമാരെ പോലെ അറിയപ്പെടാൻ ആഗ്രഹമില്ല. ഇതുവരെ ഉള്ളത് വെച്ചിട്ടും ഇനി ഉണ്ടാകാനുള്ളതിൽ വെച്ചിട്ടും ഏറ്റവും അതുല്യനായ, അദ്വിതീയനായ, അന്യാദർശനായ ഒരു ആള്. അതുകൊണ്ട് തന്നെ ഡിവൈൻ അഗസ്റ്റസ്, ദൈവികനായ അഗസ്റ്റസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. രക്ഷകനായ അഗസ്റ്റസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ സാമ്രാജ്യത്തിലുടനീളം സമാധാനം കൊണ്ടുവന്നു. അങ്ങനെ പാക്സ് റൊമാന, റോമൻ സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധിയാർജിച്ച സമാധാനം വന്നു. 200 കൊല്ലമായിട്ട് ജാനുസ് എന്ന ദേവിയുടെ ക്ഷേത്രത്തിന് കവാടം അടയ്ക്കാറില്ലായിരുന്നു. കാരണം നാട്ടിൽ മുഴുവൻ യുദ്ധമാണ്, അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പോൾ 200 കൊല്ലം കഴിഞ്ഞ് ഈ അഗസ്റ്റസ് സീസറിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒക്ടേവിയൻ എന്ന് പറയുന്ന ആളുടെ കാലത്ത് ഈ ദേവിയുടെ ക്ഷേത്ര കവാടം അടച്ചു. കാരണം എന്താ? ഇനി ദേവിയോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവമായിട്ട് ഈ പറഞ്ഞ ഒക്ടേവിയനുണ്ട്. ഒക്ടേവിയൻ ദൈവികനായ ഒക്ടേവിയൻ, രക്ഷകനായ ഒക്ടേവിയനുണ്ട്. ഇനി ദേവി വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അതുകൊണ്ട് 200 കൊല്ലമായിട്ട് അടയ്ക്കാതിരുന്ന ജാനുസ് ദേവിയുടെ, അതിൽ നമ്മൾ ജാനുവരി എന്നുള്ള വാക്ക് വരുന്നത്, ജാനുസ് ദേവിയുടെ ക്ഷേത്രത്തിന് കവാടം അടച്ചു. നാട്ടില് സഞ്ചാര സ്വാതന്ത്ര്യം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സംഗതികൾ, അങ്ങനെ എല്ലാ തരത്തിലും ഇതാണ് സമയത്തിൻ്റെ പൂർണ്ണത എന്നറിയപ്പെടുന്ന തരത്തിൽ ഈ സാമ്രാജ്യത്തിലുടനീളം സമാധാനം വന്നു. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ്, ഇദ്ദേഹം ചക്രവർത്തിയായി BC 30 3 കൊല്ലം കഴിഞ്ഞ് 27 ഈ ഒക്ടേവിയന് സെനറ്റ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു സ്ഥാനപ്പേര് ചാർത്തിക്കൊടുത്തു. അഗസ്തോസ്. സെബാസ്റ്റോസ് എന്നാണ് ഗ്രീക്കിൽ സെബാസ്റ്റോസ്, അഗസ്തോസ് എന്നാണ് ലത്തീനിൽ. ആദരണീയൻ എന്നാണ് ഈ വാക്കിനർത്ഥം. അപ്പോൾ റോമാ സാമ്രാജ്യത്തിലുള്ള ഉടനീളം സമാധാനം കൊണ്ടുവന്ന ദൈവികനായ, രക്ഷകനായ അഗസ്റ്റസ് സീസർ എന്നാണ്, അഗസ്റ്റസ് കൈസർ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ അഗസ്റ്റസ് സീസർ, ഒക്ടേവിയൻ എന്ന അഗസ്റ്റസ് സീസർ ഒരു റോമാ സാമ്രാജ്യത്തിലുടനീളം, അതിനാണ് ലോകമൊക്കെ എന്ന് പറയണേ, റോമാ സാമ്രാജ്യത്തിലുടനീളം ഒരു ജനസംഖ്യ എടുക്കാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. 2 ഘട്ടമായിട്ടാണ് ഈ കണക്കെടുപ്പ് നടന്നത്. ആദ്യത്തെ ഭാഗം ആ സമയത്ത് ഇങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ, പോക്കുവരവുകളൊക്കെ നടത്താൻ നമ്മുടെ പേരിൽ ആദ്യമായിട്ട് സ്വകാര്യ സ്വത്ത്, സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്തി ക്രയവിക്രയം നടത്താൻ, വിൽക്കാനും വാങ്ങാനൊക്കെ സാധ്യത. അതാണ് ആദ്യത്തെ ഘട്ടത്തിൽ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഘട്ടം കണക്കെടുപ്പ് നടക്കുന്നത്. അത് ലൂക്കാസ് അത് രേഖപ്പെടുത്തുന്നത് നടപടി പുസ്തകത്തിലാണ്, സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ. അത് നികുതി ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കണക്കെടുപ്പായിരുന്നു. അത് രാഷ്ട്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ആദ്യത്തെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യാനും വേണമെങ്കിൽ ക്രയവിക്രയം ചെയ്യാനും വിൽക്കാനും വാങ്ങാനും അതിനുള്ള സാധ്യത ഒരുക്കാനുള്ള അതായിരുന്നു ആദ്യത്തെ ഘട്ടം ജനസംഖ്യ കണക്കെടുപ്പ്. ഇതാണ് ലോകമാസകലമുള്ള ജനങ്ങളുടെ, അതായത് മനുഷ്യവാസമുള്ള ലോകം മുഴുവൻ്റെയും ഒരു കണക്കെടുപ്പ്. ആഗോള വ്യാപകമായിട്ടൊരു ഭരണകൂടം, സാമ്രാജ്യം ആദ്യമായിട്ടുണ്ടാകുകയാണ്. ആ സാമ്രാജ്യത്തിലെ ക്രമസമാധാനം വളരെ കേമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ലോകമാസകലമുള്ള ജനങ്ങൾക്ക് ആദ്യമായി സമാധാനത്തിലും ശാന്തിയിലും തങ്ങളുടെ ഭൂസ്വത്ത് രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്താൻ, പൊതുസമൂഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കാൻ, അങ്ങനെയൊക്കെ സാഹചര്യമായി. എല്ലാ പൗരന്മാരെയും ബാധിക്കുന്ന ഒരു പൊതു നിയമസംഹിത ഉണ്ടായതും അപ്പോഴാണ്. വ്യാപകമായി സമ്പത്തുണ്ടായതും സമൃദ്ധി ഉണ്ടായതും അപ്പോഴാണ്. ദേശരാഷ്ട്രത്തിന് മുഴുവൻ ഒരൊറ്റ ആഗോള ഭാഷയുണ്ടായതും സാംസ്കാരിക സമൂഹത്തിന് സാഹിത്യ സാമഗ്രികൾ വിപണിയിൽ വിൽക്കുന്നതിന് സാധ്യത ഉണ്ടായതൊക്കെ ഈ സമയത്താണ്. ഈ ജീവിത പരിസരത്ത് മാത്രമേ സാർവത്രികമായ രക്ഷയുടെയും സാർവലൗകികവും സാർവജനീയവുമായ പ്രസക്തിയുള്ള രക്ഷകന്റെയും സന്ദേശം ലോകത്ത് പ്രവേശിക്കാനാകൂ. അതിനെയാണ് സമയത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അതിന് വേറെ അർത്ഥങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ 2 ഘട്ടമായിട്ടാണ് ഈ കണക്കെടുപ്പ് നടന്നെന്ന് പറഞ്ഞല്ലോ. ആ ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത്, ഭൂസ്വത്ത് രജിസ്റ്റർ ചെയ്യാൻ ആ ഘട്ടം, അതാണ് ഇപ്പോൾ ഈ ലൂക്കാസിന് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ തങ്ങളുടെ ഭൂസ്വത്ത് രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്താനുള്ള കണക്കെടുപ്പ്. അത് എവിടെ വേണം? ഓരോരുത്തരും താങ്കളുടെ സ്വന്തം പട്ടണത്തിൽ പേരെഴുതിക്കണം. സ്വന്തം പട്ടണത്തിൽ, അതായത് സ്വന്തം പട്ടണം വെച്ചാൽ പിതൃസ്വത്ത് എവിടെയാണോ അവിടെ. ഈ ജോസഫ് നസറത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് പോകുന്നു. എന്താ കാരണം? ബേത്ലഹേമിലാണ് ജോസഫിന് തൻ്റെ അപ്പനിൽ നിന്ന് പകർന്നു കിട്ടിയ ഭൂസ്വത്ത്, പിതൃസ്വത്ത്.
അതാണ് താങ്കളുടെ സ്വന്തം പട്ടണം എന്ന് പറയണേ. സ്വന്തം പട്ടണം എന്ന് വെച്ചാൽ പിതൃ നഗരം എന്നാണ് ശരിക്കും അർത്ഥം. അപ്പൻ്റെ നഗരം, അപ്പൻ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അപ്പനിൽ നിന്ന് പൈതൃകമായി കിട്ടിയ, അവകാശമായി കിട്ടിയ ഭൂസ്വത്ത്, ജോസഫിന് കിട്ടിയ ഭൂസ്വത്ത് അത് ബേത്ലഹേമിലാണ്. അതുകൊണ്ടാണ് നസ്രത്തിൽ നിന്നും ജോസഫ് സ്വന്തം പട്ടണമായ, അതായത് പിതൃനഗരമായ അപ്പനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ സ്വത്ത് കിട്ടിയ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നത്. ദാവീദിന്റെ ഭവനത്തിൽ ജോസഫിന് ബേത്ലഹേമിൽ ഭൂസ്വത്ത് ഉണ്ടായിരുന്നുവെന്നും ജനസംഖ്യ കണക്കെടുപ്പുമായി, അതായത് ഭൂസ്വത്ത് രേഖപ്പെടുത്താൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നുവെന്നും ലൂക്കാസ് പറയുന്നത് തീർത്തും സത്യമാണ്. നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിൽ 3-ാമത്തെ വോള്യം 108 പേജിൽ ബെനഡിക്ട് മാർപ്പാപ്പ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അങ്ങനെ ഈ ബേത്ലഹേമിലേക്ക് പോവുകയാണ് ജോസഫ്. കാരണം ജോസഫിൻ്റെ ഭൂമി കിടക്കേണ്ട അവിടെയാണ്, അപ്പനിൽ നിന്ന് കിട്ടിയത്, സ്വന്തമായി വാങ്ങിച്ചതാണ് നസ്രത്തിൽ. ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, അവിടെ ഭൂസ്വത്തുണ്ടായിരുന്നു, ആ വീട് ജോസഫിൻ്റെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലൂക്കാസ് അത് പുൽത്തൊഴുത്താണ് എന്ന് പറയുന്നത്? പുൽത്തൊഴുത്ത് നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പം ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിൽ പോയാൽ, ഗ്രാമങ്ങളിൽ പോയാൽ ഇപ്പോഴും കാണാം ഒരൊറ്റ മുറി വീട്, അതിന് നടുക്കൊരു പാർട്ടീഷൻ, മുൻവശം മനുഷ്യർ താമസിക്കാൻ, പുറകുവശം ഡൊമസ്റ്റിക് ആനിമൽസ് മെരുക്കിയെടുക്കുന്ന, ഇണക്കിയെടുക്കുന്ന മൃഗങ്ങൾക്കുള്ളത്. ഇപ്പോഴും പല വീടുകളും കാണാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെയായിരുന്നു സാധാരണക്കാരുടെ പലരുടെയും വീടുകൾ പാലസ്തീനായിൽ. ഇതൊരു ഗുഹയായിരുന്നു. ആ പറമ്പിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ മുൻവശം മനുഷ്യർക്ക് കിടക്കാവുന്ന തരത്തിലുള്ളതാണ്. പുറകുവശം ഈ ഡൊമസ്റ്റിക് ആനിമൽസ്, കാളയും കഴുതിയും ഒക്കെയുള്ള, അല്ലെങ്കിൽ ആട്, അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഉള്ള സ്ഥലമാണ് പുറകുവശം. ഇത്രയും നമുക്ക് ഓർക്കുക. ഈ മറിയം പ്രസവിക്കാൻ സമയമാകുമ്പോൾ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ സ്വകാര്യത വേണം. അപ്പം മുൻവശത്ത് പ്രസവിക്കാതെ അവിടെ പറ്റില്ല, പുറകിലേക്ക് കൊണ്ടുപോയി അവിടെ മൃഗങ്ങളെ, ഈ വളർത്തുമൃഗങ്ങളെ കെട്ടുന്ന സ്ഥലമാണ്. അവിടെയാണ് മറിയം യേശുവിനെ പ്രസവിച്ചത്. അപ്പോൾ അതൊരു വീടാണ്, ഒരു ഗുഹയാണ്. ആ ഗുഹയുടെ മുൻവശം വീടാണ്, പുറകുവശം തൊഴുത്താണ്, അവിടെയാണ്. അപ്പോൾ ഇതെല്ലാം മത്തായി പറഞ്ഞ ഭവനത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നതും, ലൂക്കാസ് പറഞ്ഞ പുൽത്തൊഴുത്ത് എന്ന് പറയുന്നതും, പിന്നെ ചരിത്രത്തിൽ നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായിട്ട് അതൊരു ഗുഹയായിരുന്നു. അതെന്തുകൊണ്ട് നശിപ്പിച്ചെന്ന കാര്യമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ കാര്യങ്ങളെല്ലാം സത്യമാണ്, ഇവിടെ ഒരു വൈരുദ്ധ്യവും ഇല്ല, എല്ലാം സത്യമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ഈ പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞു എന്നാണ് മറിയം യേശുവിനെ പ്രസവിച്ചിട്ട് പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞു. മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും കരുതലിൻ്റെയും അടയാളമാണ് പിള്ളക്കച്ച. എത്ര വലിയ സ്നേഹത്തോടെയാണ്, കരുതലോടെയാണ് മറിയം തൻ്റെ മണിക്കൂറിനെ സമീപിച്ചതെന്നും തൻ്റെ ശിശുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങിയതെന്നും നമുക്ക് ഭാവനയിൽ കാണാനേ പറ്റൂ. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർ കുറച്ച് പേരെങ്കിലും സ്ത്രീകളെ പ്രസവിച്ചിട്ടുള്ളവർ, അപ്പം നിങ്ങളുടെ ആ പ്രസവത്തിൻ്റെ ആ മണിക്കൂറുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തുമാത്രം ഉത്കണ്ഠയാണ്, എന്തുമാത്രം സ്നേഹമാണ്, എന്തുമാത്രം കരുതലാണ് ഈ കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് വരാനായിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വർണ്ണിക്കാൻ പറ്റുമെങ്കിൽ വർണ്ണിക്കുക. എനിക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റത്തില്ല, ഭാവന കാണാൻ പോലും പറ്റത്തില്ല. നിങ്ങൾക്കത് പറ്റുമായിരിക്കും. അപ്പോൾ ഈ സഭാപിതാക്കന്മാർ പക്ഷേ ഈ കരുതലും ഇത് ആ തരത്തിലല്ല അവതരിപ്പിച്ചത്. അവരെല്ലാം ദൈവശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയാണ്. അവർ ഈ പുൽത്തൊട്ടിയും പിള്ളക്കച്ചിയും ഐക്കണുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് സഭാപിതാക്കന്മാർ. നിങ്ങൾ ഐക്കണുകൾ കണ്ടു നോക്കുക. ഇപ്പം യൂറോപ്പിലൊക്കെ മിക്കവാറും ഐക്കണുകൾ ഭയങ്കര പ്രസിദ്ധിയാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേര്, 5-6 പേരെങ്കിലും ഈ ഐക്കണുകൾ വരയ്ക്കുന്നവരാണ്. ഇല്ലേ, ഐക്കൺ എന്താ പറയുക, റൈറ്റ് ഐക്കൺ എന്നാ പറയുക, ചിത്രമെഴുത്ത് എന്ന് പറയുന്ന പോലെ ഐക്കണുകൾ എഴുതുകയാണ്. അതൊരു ദൈവശാസ്ത്രമാണ്, പല പല ലെയറുകളായിട്ടാണ്. ആ ഐക്കണുകളിലൊക്കെ ഉണ്ണീശോ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി, പിള്ളക്കച്ചിങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം ഈ ജീവിതാരംഭം മുതൽ തന്നെ യേശു ബലിവസ്തുവാണ്, ബലിമൃഗമാണ്. അപ്പോൾ പുൽത്തൊട്ടിയെ ചിത്രീകരിക്കുന്നത് ബലിത്തറയായിട്ടാണ്. അപ്പോൾ യേശുവിനിങ്ങനെ വരിഞ്ഞു മുറുക്കി, അതായത് സംസ്കരിക്കുന്ന നേരത്തെ ഇങ്ങനെ ചീല കൊണ്ട് പൊതിഞ്ഞ് വരിഞ്ഞു മുറുക്കിയല്ലോ, അതുപോലെ തന്നെയാണ് ജനിച്ചപ്പോഴും ചെയ്തിരിക്കുന്നത്. ഈ സഭാപിതാക്കന്മാർ ഐക്കണുകളിൽ ചെയ്തിരിക്കുന്നത്.
യേശുവിനെ സംസ്കരിക്കുമ്പോൾ ഇങ്ങനെ ചീരകൾ കൊണ്ട് പൊതിഞ്ഞു, ലാസറിനൊക്കെ പൊതിഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഉണ്ണീശോയെ പൊതിഞ്ഞിരിക്കുന്നത്. അതിന് കാരണം അവൻ തുടക്കം മുതൽ തന്നെ ബലിവസ്തുവാണ്, ബലിമൃഗമാണ്. മൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവൻ വന്ന് പറക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഒരു കാരണങ്ങളിൽ ഒന്നിതാണ്. അതേസമയം ഇതിന് വേറൊരു ദൈവശാസ്ത്രമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ജനനത്തിൽ മറ്റൊരു രാജാക്കന്മാർക്കും ലഭിക്കാത്തതുപോലെ ഞാൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് ശുശ്രൂഷിക്കപ്പെട്ടു. ജ്ഞാനം ആരാണ് എഴുതിയത്? സോളമൻ. ലോകത്തെ ഏറ്റവും മഹത്വീകൃതനായ രാജാക്കന്മാരിൽ ഒരാളാണ് സോളമൻ. ആ സോളമൻ, സർവ്വമഹത്വത്തിലും ജീവിച്ച സോളമൻ പറയാണ്, ഞാൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടു, ശുശ്രൂഷിക്കപ്പെട്ടു. പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീറിപ്പറഞ്ഞ തുണി എന്നല്ല അർത്ഥം. ചിലപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നൈസ് സിൽക്ക് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ സീ സിൽക്ക്. ഈ നമ്മളിപ്പം ടൂറിനിലെ കച്ചയുണ്ടല്ലോ, അല്ലെങ്കിൽ മെനോപ്പല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെറോനിക്കയുടെ ഇങ്ങനെ ആ തൂവാലയിൽ പതിഞ്ഞ ആ തൂവാല, അത് സീ സിൽക്ക്, കടൽ സിൽക്ക് എന്ന് പറയും. കടലിലെ ജീവികളുടെ ഈ ചെറിയ ജീവികളില്ലേ, കക്കയുടെ ഉള്ളിലൊക്കെ ഉള്ള ജീവി, അതെടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന സിൽക്ക്. അങ്ങനെയുള്ള അത്രയും നൈസായ സിൽക്കിനെയാണ് പിള്ളക്കച്ച എന്ന് പറയണേ. യഹൂദ സ്ത്രീകൾ തങ്ങളുടെ കുട്ടികളെ പൊതിയാൻ വേണ്ടി, കുട്ടികൾ ഈ നവജാത ശിശുക്കൾ അത്രയും ഡെലിക്കറ്റ് ആണല്ലോ, ലോലമാണ്. അപ്പോൾ അവരെ പൊതിയാനുള്ള ആ തുണിയാണ് പിള്ളക്കച്ച. സോളമൻ എന്ന് പറഞ്ഞ മഹത്വീകൃതനായ രാജാവ് പറയാണ്, ഞാൻ പിള്ളക്കച്ചകളിൽ പൊതിയപ്പെട്ടു. അപ്പോൾ ഏറ്റവും മഹത്വപൂർണ്ണനായി ജീവിച്ച സോളമൻ പൊതിയപ്പെട്ടത് പിള്ളക്കച്ചകളിലാണ്. അതേ അർത്ഥം തന്നെ ഇവിടെ ഉണ്ടാകാം. യേശുവിനെ മറിയം രാജാതിരാജനായിട്ടാണ് കണക്കാക്കുന്നതും പിള്ളക്കച്ച കൊണ്ട് പൊതിയുന്നതും. അപ്പോൾ ദൈവശാസ്ത്രം കണ്ടോ, ആ പിള്ളക്കച്ചയ്ക്ക് ഒരുപാട് ദൈവശാസ്ത്രമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ സോളമൻ രാജാവിനെ പോലെ യേശുവും പിള്ളക്കച്ചകളിൽ പരിചരിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സൂചന കൂടി അവിടെയുണ്ട്. ഈ യോസഫോ സൂതികർമ്മിണിയോ വൈറ്റാടിയോ അല്ല, മറിയം തന്നെയാണ് യേശുവിന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞത്. അങ്ങനെയാണ് ലൂക്കാസ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മറിയം ശിശുവിന് ജന്മം കൊടുത്തത് അത്ഭുതകരമായിട്ടാണെന്നും വേദന കൂടാതെയാണെന്നും ഒരു അനുമാനം ക്രിസ്തുവർഷം 150 തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്രാമാണിക സുവിശേഷമാണ് പ്രോട്ടോവെങ്കേലിയം ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം. അതിനകത്ത് 18-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ മറിയം തന്നെയാണ് ശിശുവിനെ പിള്ളക്കച്ച കൊണ്ട്, അത് ലൂക്കാസും പറയുന്നുണ്ട്, പൊതിഞ്ഞത്. അത് അത്ഭുതകരമായി, മറിയത്തിൻ്റെ പ്രസവം അത്ഭുതകരമായിട്ടാണെന്നും വേദന കൂടാതെയാണെന്നും ഒരു അനുമാനമുണ്ട്. അപ്പോൾ അവള് ഗർഭം ധരിച്ചത് മഹാത്ഭുതം, കന്യകയുടെ ഗർഭധാരണം. പ്രസവവും അത്ഭുതകരമായിട്ടായിരുന്നു. അവളുടെ കന്യകാത്വത്തിന് ഭംഗം വന്നില്ല എന്ന ഒരു സൂചന ക്രിസ്തുവർഷം 150 എഴുതപ്പെട്ട യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം എന്ന അപ്രാമാണിക ഗ്രന്ഥത്തിലുണ്ട്, 18-19. അപ്പോൾ ഇതൊന്നും കത്തോലിക്ക സഭ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള അനുമാനങ്ങളാണ്. ഇനി ഈ പുൽത്തൊട്ടിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വീടിൻ്റെ പുറകുവശം മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് പുൽത്തൊട്ടി. ഫത്തന എന്നാണ് ഗ്രീക്ക് വാക്ക്. ഫത്തനെ, ലായം, തൊഴുത്ത്, പുൽത്തൊട്ടി, പിള്ളത്തൊട്ടി എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് എന്നത് സത്യം തന്നെ, പക്ഷെ അതൊരു വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ വീട്ടിലാണ് ജ്ഞാനികൾ പ്രവേശിച്ചതെന്നും ശിശുവിനെ കണ്ടതും മറിയത്തോടൊപ്പം കണ്ടതെന്നും പറഞ്ഞതും സത്യം തന്നെ. ആ വീടിൻ്റെ പുറകുവശം പുൽത്തൊഴുത്ത്, മുൻവശം വീട്. ഈ ക്രിസ്മസിന് ഒരുക്കുന്ന പുൽക്കൂട്ടിലൊക്കെ മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്, അതായത് കാളയും കഴുതിയും. കാരണം എന്താ? ഈ തൊഴുത്തിൻ്റെ പുൽത്തൊട്ടിയിലാണ് യേശുവിനെ മറിയം കിടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മൃഗങ്ങളുണ്ട്. ഇതൊരു ഗുഹയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗുഹ. വസിക്കാൻ ഇങ്ങനെ പാർക്കാനായിട്ട് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് യേശു പിറന്നു വീണത്. ബേത്ലഹേമിന് ചുറ്റുള്ള പ്രദേശങ്ങളിൽ ചില പാറയിടുക്കളും ഗുഹകളും കന്നുകാലി തൊഴുത്തുകളുമായി പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചിരുന്നു. അയോഗ്യമായ സ്ഥലത്താണ് അവൻ ജനിച്ചതെന്ന് നമുക്ക് പറയാം. എങ്കിലും അത് പരിശുദ്ധമായ ഒരു സംഭവത്തിന് വേണ്ട സ്വകാര്യത ഒരുക്കി ഈ ഗുഹയുടെ പുറകുവശം. ഈ യേശു ജനിച്ചത് ഗുഹയിലാണ് എന്നുള്ള പാരമ്പര്യം AD 165 തന്നെ ജസ്റ്റിൻ മാർട്ടറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിജൻ 254 എഴുതിയിട്ടുണ്ട്. അതായത് അത്രയും പ്രാചീനമായ പാരമ്പര്യമുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, രേഖാമൂല സാക്ഷ്യങ്ങളുണ്ട്. പാലസ്തീനിലെ ക്രിസ്ത്യാനികൾക്ക് ആ ഗുഹ കാണിച്ചു തരാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്.
2-ാം ശതകത്തിൽ വിശുദ്ധ നാട്ടിൽ നിന്ന് യഹൂദർ നാട് കടത്തപ്പെട്ടപ്പോൾ റോമാ സാമ്രാജ്യം ആ ഗുഹയെ തമ്മുസ് അദോനിസ് എന്ന് പറയുന്ന ദേവന്റെ, സുമേരിക്കാരുടെ കൃഷിദേവനാണ് ഈ തമ്മുസ് അദോനിസ്, അതിൻ്റെ ക്ഷേത്രമാക്കി മാറ്റി. വിശ്വസ്ത പുത്രൻ എന്നാണ് ഈ തമ്മുസ് അദോനിസ് എന്ന ആ ദേവന്റെ നാമത്തിനർത്ഥം. എന്തിനാണ് ഈ തമ്മുസ് അദോനിസ് എന്ന് പറഞ്ഞ ദേവന്റെ ക്ഷേത്രമാക്കി മാറ്റിയത്? ക്രിസ്തു ജനിച്ച ഇടം പോലും തകർത്ത് കളയണം, ആർക്കും ഓർമ്മിക്കാൻ പോലും പറ്റാത്ത തരത്തിലാകണമെന്ന് റോമാ സാമ്രാജ്യത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ക്രൈസ്തവരുടെ സ്മൃതി പഥത്തിലെ വിശുദ്ധ ആചാരത്തിന്, ഇവിടേക്ക് തീർത്ഥയാത്ര നടത്തുന്ന ആചാരത്തിന് തിരശ്ശീല ഇടാമെന്നും അത് അടിച്ചമർത്താമെന്നൊക്കെ റോമൻ ഭരണകൂടം കരുതി. ഈ തീർത്ഥകേന്ദ്രം, അവിടെ തീർത്ഥകേന്ദ്രം പിന്നീട് പണിയപ്പെട്ടു, ഇപ്പോൾ പോയി നമുക്ക് കാണാൻ പറ്റും. അത് ആ പണിയപ്പെട്ട കാലൊക്കെ ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജന്മസ്ഥലം എത്ര പ്രധാനപ്പെട്ടതാണെന്നും അതിന് നശിപ്പിക്കേണ്ടത് അനിവാര്യതയായി പുറജാതിക്കാരായ വിദേശികളുടെ ഭരണകൂടം എത്ര ദീർഘവീക്ഷണത്തിൽ കരുതി എന്നതൊക്കെ തെളിവാണത്. ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ എല്ലാ അടയാള ചിഹ്നങ്ങളും മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്മസിന് എത്രയോ സ്ഥലത്താണ് പുൽക്കൂട് ആക്രമിക്കപ്പെടുന്നു, പുൽക്കൂട് നശിപ്പിക്കപ്പെടുന്നു, നക്ഷത്രം നശിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്ന ഈ ഷെഡുകൾ പോലും പൊളിച്ചു കളയുന്നു. ഇതിലൂടെയൊക്കെ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെ നശിപ്പിക്കാമെന്ന് ആളുകൾ വിചാരിക്കുക. റോമാ സാമ്രാജ്യം ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ഗാംഭീര്യമുണ്ടായിരുന്ന റോമാ സാമ്രാജ്യം പരിശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ട് നമ്മളിങ്ങി പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ആളുകൾ അതൊന്നും പഠിക്കുന്നില്ല. ഇവൻ ദൈവമാണെന്നും ദൈവം മനുഷ്യനായ ആളാണെന്നുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവരിങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കണം അന്നും ഇന്നും. എന്നാൽ ഈ എഴുതപ്പെട്ട രേഖകളേക്കാൾ പ്രാധാന്യമുണ്ട് പ്രാദേശിക പാരമ്പര്യങ്ങൾക്കൊന്നും കൂടി തെളിയാണ്. യേശുവിൻ്റെ ജന്മസ്ഥലം ബേത്ലഹേമാണെന്നുള്ള തെളിവ് നമുക്ക് അങ്ങനെ കിട്ടുകയാണ് ഈ പ്രാദേശിക പാരമ്പര്യത്തിൽ നിന്ന്. അവിടെ സ്ഥിതി ചെയ്യുന്ന മംഗളവാർത്ത ദേവാലയവും ഈ പാരമ്പര്യത്തിന് മികവോടെ ചൈതന്യക്ഷയമില്ലാത്ത സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഈ പുൽക്കൂട്ടിൽ, ഈ ഗുഹയുടെ പുറകുവശത്തുള്ള പുൽക്കൂട്ടിൽ യേശു ജനിക്കുമ്പോൾ ചില പ്രവചനങ്ങൾ കീഴ്മേൽ മറിയാണ്. കാള തൻ്റെ യജമാനനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയും, എന്നാൽ ഇസ്രായേലിനെ അറിയുന്നില്ല എന്ന് യെശയ്യായുടെ പുസ്തകം തുടങ്ങുന്ന അങ്ങനെയാണ്. യെശയ്യാ 1-2-3 വാക്യങ്ങൾ. കാള തൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും. അതായത് ഇവയ്ക്കൊന്നും വലിയ ബുദ്ധിയും ബോധമൊന്നുമില്ല, പക്ഷെ അവയ്ക്ക് പോലും യജമാനെ അറിയാം, യജമാന്റെ തൊഴുത്തും അറിയാം. ബുദ്ധിയുള്ള ഇസ്രായേൽ ജനത്തിന് നമുക്ക് യജമാനൻ എന്ന ദൈവത്തെ അംഗീകരിക്കാനോ അവൻ്റെ തൊഴുത്ത് അംഗീകരിക്കാനോ തയ്യാറല്ല. ഇതാണ് യെശയ്യാ പറഞ്ഞത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ആ പ്രവചനങ്ങൾ അപ്പാടെ പൂർത്തിയാകുകയല്ല, കീഴ്മേൽ മറിയാണ്. ഈ കാള യജമാനനെ അറിയുന്നു, കഴുത യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു എന്ന് യെശയ്യാ പറഞ്ഞു. ഇസ്രായേൽ എന്നെ അറിയുന്നില്ല. അറിയരുത് എന്നാണോ യെശയ്യാ ആഗ്രഹിച്ചത്? അല്ലല്ലോ, അറിയണമെന്നാണ്. ഇസ്രായേൽ ദൈവത്തെ അറിയണമെന്നാണ്. അപ്പം ആ പ്രവചനം പൂർത്തിയാക്കാനുള്ളതല്ലല്ലോ, അത് റദ്ദാക്കാനുള്ളതാണ്. അപ്പം എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കാനുള്ളതല്ല, ചിലത് റദ്ദാക്കാനുള്ളതാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ എല്ലാ പ്രവചനങ്ങളും യേശു നിറവേറ്റിയെന്നും പറയരുത്. ചിലതൊക്കെ റദ്ദാക്കുക ചെയ്തത്. ഇസ്രായേൽ എന്നെ അറിയുന്നില്ല എന്നത് ആ പ്രവചനം യേശു നിറവേറ്റണമായിരുന്നോ? ഇല്ലല്ലോ. അപ്പം അത് തന്നെയാണ് ഇവിടെ കാണുന്നത്, റദ്ദാക്കപ്പെടുകയാണ്. ഇപ്പോൾ പുൽത്തൊഴുത്തിൽ കാളയും കഴുതിയും മാത്രമല്ല, അവിടെ ആട്ടിടയന്മാരുണ്ട്, പിന്നെ ജ്ഞാനികൾ വരുന്നുണ്ട്. അപ്പോൾ കാള ഇസ്രായേൽക്കാരെ പ്രതിനിധാനം ചെയ്യുന്നു. ആ ഇസ്രായേലിന്റെ പ്രതിനിധികളാണ് ആട്ടിടയന്മാർ. കഴുത വിജാതിയരെ പ്രതിനിധാനം ചെയ്യുന്നു. ആ വിജാതിയുടെ പ്രതിനിധികളാണ് ജ്ഞാനികൾ. അവർ വരുന്നത് ഇതേ സ്ഥലത്തേക്കാണ്, ഈ പുൽത്തൊഴുത്തിൻ്റെ മുൻവശത്തുള്ള വീട്ടിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് പുൽത്തൊഴുത്തിൽ കാളയും കഴുതയും? ഉത്തരം കിട്ടിയില്ലേ? ഒരു ഉത്തരം, ഇനിയുണ്ട് ഉത്തരങ്ങൾ. അപ്പോൾ കാള യജമാൻ അറിയുന്നു, കഴുത യജമാന്റെ പുൽത്തൊട്ടിയും. അവർ മാത്രമല്ല, ഇസ്രായേലും അറിയുന്നു. ഇസ്രായേലിന്റെ പ്രതിനിധികളാണ് ആട്ടിടയന്മാർ. അത് കാള പ്രതിനിധാനം ചെയ്യുന്നത്. കാള, ഈ മഹാപുരോഹിതൻ ഒരു കാളയാണ് യോം കിപ്പുരും എന്ന് പറയുന്ന പാപപരിഹാര ദിനത്തിൽ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചത് കാളയാണ്. മഹാപുരോഹിതൻ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അപ്പൊ കാള യഹൂദ മതത്തെ പ്രതിനിധാനം ചെയ്യുന്നു, യഹൂദരെ, ഇസ്രായേലരെ. കഴുത വിജാതിയരെ. യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്നാണ് ജ്ഞാനികൾ ചോദിച്ചത്? യഹൂദരുടെ. അപ്പോൾ അവർ യഹൂദരല്ലല്ലോ, അവർ വിജാതീയരാണ്, പൗരസ്ത്യ ദേശത്തുള്ള ജ്ഞാനികൾ. അപ്പോൾ കഴുത വിജാതീയരെയും കാള ഇസ്രായേലിലും പ്രതിനിധാനം ചെയ്യുന്നു. കാളയും കഴുതിയും മാത്രമല്ല, ഇസ്രായേലിലും ഇടയന്മാർ, പിന്നെ വിജാതീയരും ജ്ഞാനികളും ആ പുൽത്തൊഴുത്തിൽ വരുന്നു. ഇതിനോട് ബന്ധപ്പെടുത്തിയാണ്
ആഗസ്റ്റിനോസ് നൽകുന്നൊരു വ്യാഖ്യാനമുണ്ട്. ആദ്യം നമുക്കല്പം എന്താ പറയുക, റൂഡായിട്ടുള്ളൊരു വ്യാഖ്യാനമായിട്ട് തോന്നും. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണല്ലോ പുൽത്തൊട്ടി. അവിടെ ഇപ്പോൾ കിടക്കുന്നത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി സ്വർഗത്തിൽ നൽകപ്പെട്ട അപ്പമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 4 പ്രാവശ്യം, 54-ാം വാക്യം തൊട്ട് 4 പ്രാവശ്യം യേശു നിങ്ങൾ ഈ ഈ ഈ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോഗയിൻ എന്ന വാക്കാണ്. ട്രോഗയിൻ. ഈ സാധാരണ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് എസ്തിയോ എന്നാണ് ഗ്രീക്ക് വാക്ക്. എസ്തിയോ സാധാരണ ഭക്ഷണം. ട്രോഗയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്നാവ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ മൃഗങ്ങൾ ചവച്ചരച്ച് കഴിക്കുന്നതിനെയാണ് ഗ്നാവ് എന്ന് പറയുക. 4 പ്രാവശ്യം കർത്താവ് ആ വാക്ക് ഉപയോഗിക്കണേ. അപ്പോൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, ചവച്ചരച്ച് തിന്നണമെന്നാണ് കർത്താവ് ഉപയോഗിച്ചത്. ചവച്ചരച്ച് തിന്നണം, മനുഷ്യപുത്രൻ്റെ മാംസം ചവച്ചരച്ച് തിന്നണം. 4 പ്രാവശ്യം കർത്താവ് ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റൂഡായിട്ട് തോന്നും. പക്ഷെ ഗ്നാവ് എന്നർത്ഥമുള്ള GNAW, ഗ്നാവ് എന്നർത്ഥമുള്ള ട്രോഗേൻ എന്ന ഗ്രീക്ക് വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അതേ വാക്ക് തന്നെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ എന്നോടൊപ്പം ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാൽ ഉയർത്തിയത്. അവിടെയും കർത്താവ് ഉപയോഗിക്കുന്നത് ട്രോഗേൻ എന്ന വാക്കാണ്. ഭക്ഷണം കഴിക്കുന്ന സാധാരണ വാക്ക് എസ്തിയോ എന്നാണ്, എസ്തിയോ ഗ്രീക്കിൽ. പക്ഷെ കർത്താവ് ഉപയോഗിക്കുന്നത് ട്രോഗേൻ എന്ന വാക്കാണ്. ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാൽ ഉയർത്തിയത്. അതായത് കൗതാശിക ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാൽ ഉയർത്തിയത്. അപ്പം 4 പ്രാവശ്യം കർത്താവ് ഇങ്ങനെ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ എന്നെ നിങ്ങൾ ഭക്ഷിക്കണം, തിന്നണം ഇല്ലേ. പരിഷ്കരിച്ച വാക്ക് വെച്ചിട്ട് ഭക്ഷിക്കണം, പാനം ചെയ്യണമെന്നല്ല, കുടിക്കണം, തിന്നണം എന്ന് തന്നെയാണ് കർത്താവ് ഉപയോഗിച്ചത് 4 പ്രാവശ്യം. അത് ശരിക്കും തിന്നണമെന്ന അർത്ഥത്തിലാണ്, ശരിക്കും കുടിക്കണമെന്ന അർത്ഥത്തിലാണ്. ചുരുക്കത്തിൽ ജീവന്റെ അപ്പമായിട്ട് കർത്താവ് വന്നു, സ്വർഗത്തിൽ നിന്നുള്ള നിത്യജീവന്റെ അപ്പമായി വന്നു. എന്നിട്ട് അവൻ കിടക്കുന്ന എവിടെയാണ്? മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പുൽത്തൊട്ടിയിൽ. ഇപ്പം അവിടെ കിടക്കുന്നത് മനുഷ്യവംശത്തിന്റെ ശരിയായ അപ്പവും ഇല്ലേ മാംസവും രക്തമായിട്ട് വന്നവനാണ് മിശിഹ. ദൈവത്തിന്റെ തീന്മേശയിലേക്കാണ് ഈ പുൽത്തൊട്ടി സൂചന നൽകുന്നത്. ദൈവത്തിന്റെ അപ്പം സ്വീകരിക്കാനായി നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ദിവ്യമായ ഈ തീന്മേശയിലേക്കാണ്. അപ്പോൾ ആ പുൽത്തൊട്ടി നമ്മുടെ അൾത്താരയായിട്ട് മാറുകയാണ്, ബലിത്തറയായിട്ട് മാറുകയാണ്. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പാര യേശു. ആ യേശു പറയണു, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എന്നെ കുടിക്കണം, എൻ്റെ രക്തം കുടിക്കണം. അപ്പോൾ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് കർത്താവ് കിടക്കുന്നതിന് കാരണം ഇപ്പോൾ കാള, കഴുത, അതായത് ഇസ്രായേലരും യഹൂദരും വിജാതീയരും അവരെല്ലാവരും അവിടെയുണ്ട്. അവനെ യേശുവെന്ന ആ അപ്പത്തെ കഴിക്കണം. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പുൽത്തൊട്ടിൽ വന്ന് കിടക്കുന്നത്. ഇതാണ് അഗസ്തീനോസിന്റെ വ്യാഖ്യാനം. നോക്കൂ എത്ര ഗംഭീരമാണ്. അപ്പോൾ പുൽത്തൊട്ടി എന്ന് പറയുന്നത് ബലിത്തറയായി മാറുകയാണ്, നമ്മുടെ അൾത്താരയായിട്ട് മാറുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ഗ്രീക്കുകാർ കർത്താവിനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ഗ്രീക്കുകാർ അവർ വന്നിട്ട് ആദ്യം ഗ്രീക്ക് നാമധാരിയായ പീലിപ്പോസിൻ്റെ അടുത്ത് ചെല്ലും. പീലിപ്പോസ് അന്ത്രയോസിൻ്റെ അടുത്ത്, അദ്ദേഹം ഗ്രീക്ക് നാമധാരിയാണ്. ചെന്നിട്ട് 2 പേരും ചെന്ന് കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഇങ്ങനെ ഗ്രീക്കുകാർ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയും, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അടിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. ഗ്രീക്കുകാർ കാണാനാണ് ആഗ്രഹിച്ചത്. പക്ഷെ കർത്താവ് വളരെ രഹസ്യാത്മകത തുളുമ്പുന്ന നിഗൂഢാത്മകമായ ഒരു വചനമാണ് പറഞ്ഞത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അവർക്ക് കാണാൻ പറ്റൂ എന്നെ. ഏതാണ് ഈ ഗോതമ്പ് മണി? തീർച്ചയായിട്ടും അവരുടെ മരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കുമാണ് ഒന്നാമത്തെ സൂചന. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സൂചനയുണ്ട്. ഈ ഗോതമ്പ് മണി യേശു തന്നെയാണ്. ആ യേശു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് അവൻ അപ്പമായി മാറണം, ഗോതമ്പ് അപ്പമായി മാറണം, കുർബാനയായിട്ട് മാറണം. അങ്ങനെ വിജാതിയർക്ക് യേശുവിനെ കാണാൻ കഴിയൂ. ഇപ്പം നമുക്ക് യേശുവിനെ കാണാൻ കഴിയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ ഗോതമ്പ് മണിയായിട്ടല്ലേ, കുർബാനയായിട്ടല്ലേ. അപ്പോൾ വിജാതിയർ എങ്ങനെയാണ് യേശുവിനെ കാണുക? നിലത്ത് വീണ് അഴിയുന്ന ഗോതമ്പ് മണിയായി, കുർബാനയായി. ഈ കാളയ്ക്കും കഴുതയ്ക്കും അർത്ഥം നമ്മൾ ഇപ്പം 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3-മതൊരു അർത്ഥം കൂടിയുണ്ട്. നിങ്ങൾ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഹബക്കുക്ക് പ്രവാചകന്റെ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുക. സംവത്സരങ്ങളുടെ മധ്യേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, സംവത്സരങ്ങളുടെ മധ്യേ അത് വെളിപ്പെടുത്തണമേ എന്നായിരിക്കും നിങ്ങൾക്ക് വായിക്കുക. എന്നാൽ ഇതിൻ്റെ സെപ്തുജിന്ത പാഠാന്തരം,
സെപ്റ്റജിൻ്റെ ഗ്രീക്ക് പരിഭാഷ. അത് യേശു ജനിക്കുന്നതിന് 250 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ക്രിസ്ത്യാനികളല്ല, യഹൂദന്മാരെ തർജ്ജമ ചെയ്തേ. ആ തർജ്ജമ, അതായത് ആദിമസഭയുടെ ബൈബിൾ സെപ്റ്റജിൻ്റ്, അതിൽ കിടക്കുന്നത് ഈ സംവത്സരങ്ങളുടെ മധ്യേ അങ്ങയുടെ പ്രവൃത്തി ജീവിപ്പിക്കണമെന്നല്ല, 2 സജീവ ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും, സമയമാകുമ്പോൾ നീ പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ സെപ്റ്റജിൻ്റ് ബൈബിളിൻ്റെ പരിഭാഷയുണ്ടെങ്കിൽ, ഇംഗ്ലീഷ്, മലയാളത്തിലായിട്ടില്ലെങ്കിൽ തോന്നേ, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നോക്കിയാൽ അവിടെ കാണാം 2 സജീവ ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും, സമയമാകുമ്പോൾ നീ പ്രത്യക്ഷപ്പെടും. 2 സജീവ ജീവികളുടെ ഇടയിൽ. ഏതാണ് ഈ സജീവ ജീവികൾ? ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ ദൈവം സന്നിഹിതനായിരിക്കുന്ന കൃപാസനത്തെ ഇങ്ങനെ ചിറകൾ കൊണ്ട് മൂടുന്ന 2 കെരൂബുകൾ, അതിനെയാണ് സജീവ ജീവികൾ എന്ന് പറയണേ. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ വാക്യങ്ങൾ. അപ്പോൾ ഈ കാളയും കഴുതയും, എന്തുകൊണ്ടാണ് കാളയുടെയും കഴുതയുടെയും നടുക്ക് യേശു? 2 ജീവികളുടെ, സജീവ ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും, സമയമാകുമ്പോൾ നീ പ്രത്യക്ഷപ്പെടും എന്ന് ഹബക്കക്ക് 3:2 ആ ഹബക്കക്ക് 3:2 സംഗതി നിവൃത്തിയാകുകയാണ് ഇവിടെ. കാളയും കഴുതയും കെരൂബുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ പുൽത്തൊഴുത്തോ കൃപാസനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. തീർന്നില്ല, അത് ഉടമ്പടിയുടെ പേടകമാണ്. ഉടമ്പടിയുടെ പേടകത്തിന് മുകളിലുള്ള അടപ്പാണ് കൃപാസനം. അപ്പോൾ ഉടമ്പടിയുടെ പേടകം, അതിന് മുകളിലെ കൃപാസനം, അതിന് മുകളിൽ 2 കെരൂബുകൾ, ഈ കാളയും കഴുതയും, അതിന് നടുക്ക് ഈശോ. അപ്പോൾ കൃപാസനത്തിൽ ഈ പുൽത്തൊഴുത്ത് കൃപാസനമായും ആ പുൽത്തൊഴുത്തിന് അടിവശം ഉടമ്പടിയുടെ പേടകമായും കാളയും കഴുതയും 2 സജീവ ജീവികൾ കെരൂബുകളായിട്ട് മാറുകയാണ്. അപ്പോൾ പുൽത്തൊഴുത്ത് ഉടമ്പടിയുടെ പേടകമായി മാറുന്നു. അടിവശം, മുകൾ വശം കൃപാസനം എന്ന് പറയുന്ന ആ കപ്പോരത്ത് എന്ന് പറയും ഹീബ്രുവിൽ, ഗ്രീക്കിൽ പറയും ഹിലാസ്തേരിയോൺ. റോമാലേഖനം 3:23-25 പറയുന്നുണ്ട്, മനുഷ്യർ അല്ലേ, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായതിനാൽ ദൈവം കൃപാസനമായി യേശുക്രിസ്തുവിനെ നൽകി. അപ്പോൾ യേശുക്രിസ്തുവാണ് കൃപാസനം. അവൻ കിടക്കുന്നതും കൃപാസനത്തിൽ. അതിന് താഴെ ആ പുൽത്തൊഴുത്ത് ഉടമ്പടിയുടെ പേടകം. ഈ കൃപാസനത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കാളയും കഴുതിയും കെരൂബുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ കാളയ്ക്കും കഴുതിക്കും വരാനുള്ള സമയം സമാഗതമായി എന്നാണ് അതിനർത്ഥം. ഇവിടെ കാളയും കഴുതിയും മനുഷ്യവർഗത്തിൽ 2 വംശങ്ങളായ യഹൂദരും വിജാതീയരുടെ പ്രതീകം മാത്രമല്ല, കെരൂബുകളുടെ പ്രതീകമാണ്. ഇരുകൂട്ടരും, ഇസ്രായേലരും യഹൂദരും വിജാതീയരും ദൈവത്തെ അംഗീകരിക്കുന്നു, ദൈവം മനുഷ്യനായി വന്നവൻ അംഗീകരിക്കുന്നു. കൂട്ടത്തിൽ ഈ കെരൂബ് മാലാഖമാരും അംഗീകരിക്കുന്നു, സ്വർഗവും ഭൂമിയും അംഗീകരിക്കുന്നു. ഇങ്ങനെ എല്ലാ സംഗതികളും പ്രതീക ഭംഗിയുമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സത്രത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായിരുന്നു. പലതരത്തിൽ തർജ്ജമ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന വചനമാണിത്. സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു. ഒന്ന്, സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു. അതാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം. 2, സത്രത്തിൽ പ്രസവിക്കാൻ പറ്റിയ സ്വകാര്യതയുള്ള സ്ഥലമില്ലായിരുന്നു. അങ്ങനെ അർത്ഥം വരാം. സത്രത്തിൽ പ്രസവിക്കാൻ, ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റിയ സ്വകാര്യതയുള്ള സ്ഥലമില്ലായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കത്തല്യൂമ എന്നാണ്. കത്തല്യൂമ, അതിന് ഊട്ടുമുറി, വിരുന്നുശാല, അതിഥികൾക്കുള്ള മുറി എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ കത്തല്യൂമ എന്ന വാക്കിന് ഇവിടെ സത്രത്തിൽ എന്ന് പറയുന്നത് ഇല്ലേ, സത്രത്തിൽ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് ഊട്ടുമുറി, വിരുന്നുശാല, അതിഥികൾക്കുള്ള മുറി എന്നെല്ലാം അർത്ഥമുണ്ട്. ലൂക്കാസ് 22:11 വിരുന്നുശാല എന്ന അർത്ഥത്തിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിഥികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്വകാര്യ മുറികളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല എന്ന് അർത്ഥം. അവൻ സ്വന്തം ഭവനത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല എന്ന് യോഹന്നാൻ 1:11 പറയുന്നുണ്ട്. അത് സംഭവിച്ചെന്ന് പറയാം. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആരിലാണോ, കൊളോസ്യസ് ലേഖനം 1:16, ആരിലൂടെയാണോ ആ ലോകരക്ഷകന് ഭൂമിയിൽ ജനിക്കാൻ ഒരു ഇടം കിട്ടിയില്ല എന്നർത്ഥം വരാം. കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പുറ കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചാക്കിന് ഇടമില്ല. കർത്താവ് പറഞ്ഞതാണ് മത്തായി 8:20. അത് ഇവിടെ അവൻ്റെ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. നഗരത്തിന് വെളിയിൽ വെച്ചാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. ഹെബ്രായ ലേഖനം 13:12 പറയുന്നുണ്ട്. ലോകത്തിലേക്ക് അവൻ വന്നതും നഗരത്തിന് വെളിയിലുള്ള ഒരു ഗുഹയിലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമെന്നും ലൗകിക മാനദണ്ഡം മനസ്സിൽ ഏറ്റവും ശക്തമെന്നും കരുതപ്പെട്ട മേഖലയ്ക്ക് വെളിയിലായിരുന്നു എന്നും യേശുവിൻ്റെ സ്ഥാനം. അവൻ്റെ ജനനം മുതൽ അതങ്ങനെയാണ്. എങ്കിലും അപ്രധാനനും അശക്തനുമായോ ആ ശിശുവാണ് യഥാർത്ഥത്തിൽ സുപ്രധാനനും ശക്തനുമായി എന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത് അവനിലാണ്. മറ്റുള്ളവർ സുപ്രധാനമെന്നും ശക്തമെന്നും ചിന്തിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനോട് വിട ചൊല്ലുകയാണ് ക്രിസ്ത്യാനിയാകാനുള്ള വ്യവസ്ഥകളിൽ ഒന്ന്. വേദനിർദ്ദിഷ്ടമായ ജീവിതധർമ്മമാണത്.
അതായത് ഈ ലോകം പ്രധാനമെന്നും ശക്തമെന്നും കരുതുന്നതിനോട് വിട പറയുക. അങ്ങനെ മാത്രമേ ശരിയായ പാത ഏതെന്ന് കാണിച്ചു തരുന്ന നിത്യപ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മുടെ ഉണ്മയുടെ, നമ്മുടെ ആളത്വത്തിന്റെ സത്യത്തിലേക്ക്, ആ സത്യത്തിന്റെ പ്രഭയിലേക്ക് നമുക്ക് പ്രവേശിക്കാനാകും. മൂന്നാമതൊരു സാധ്യത കൂടിയുണ്ട്. ഈ സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ ഇല്ലായിരുന്നു എന്നതിന് പകരം അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു എന്നാകാം. ദ പ്ലേസ് ഫോർ ദം വാസ് നോട്ട് ഇൻ ദ ഇൻ. ദ പ്ലേസ് ഫോർ ദം വാസ് നോട്ട് ഇൻ ദ ഇൻ. ദർ വാസ് നോ പ്ലേസ് ഇൻ ദ ഇൻ എന്നല്ല, ദ പ്ലേസ് ഫോർ ദം വാസ് നോട്ട് ഇൻ ദ ഇൻ. അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിലല്ലായിരുന്നു. ഇങ്ങനൊരു തർജ്ജമയ്ക്ക് സാധ്യതയുണ്ട്. അതിനർത്ഥമുണ്ട്. യിരെമ്യായുടെ പ്രവചനം 14 അധ്യായം 8 വാക്യം, അതിന് സെപ്തിയന്തിൽ കിടക്കുന്നത്, കർത്താവേ, ഇസ്രായേലിന്റെ പ്രത്യാശയെ, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്നവനെ, ദേശത്ത് നീ സത്രം അന്വേഷിക്കുന്ന പരദേശിയായത് എങ്ങനെ? ദേശത്ത് നീ സത്രം അന്വേഷിക്കുന്ന, കത്തല്യൂം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെപ്തിയന്തിൽ. രാത്രിയിൽ താമസിക്കാനായി സത്രം അന്വേഷിക്കാൻ ദൈവം തൻ്റെ നാട്ടിൽ അപരിചിതനാണോ? അല്ല. അപ്പൊ സത്രത്തിലല്ല, അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിലല്ലായിരുന്നു. ദൈവം തൻ്റെ നാട്ടിൽ അപരിചിതനല്ല. രാത്രിയിൽ താമസിക്കാനായി സത്രം അന്വേഷിക്കുന്ന, ഹോട്ടൽ അന്വേഷിക്കുന്ന ഒരു അപരിചിതനല്ല ദൈവം തൻ്റെ നാട്ടിൽ. ഇസ്രായേലിന്റെ രക്ഷകനും കർത്താവുമായവൻ സത്രത്തിലല്ല പിറന്നത്. അതിഥികൾക്കുള്ള സ്ഥലമായ സത്രത്തിലല്ല, ഒരു വീടിന്റെ സ്വകാര്യതയിലാണ് ദൈവം മനുഷ്യനായി പിറന്നത്. പിള്ളക്കച്ചപ്പോൾ ദാരിദ്ര്യത്തിന് അടയാളമല്ല. ഇസ്രായേലിന്റെ മിശിഹ തന്റെ ജനത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവനല്ല, ശരിയായി സ്വീകരിക്കപ്പെട്ടവനും സോളമനെ പോലെ പിള്ളക്കച്ചകളാൽ പൊതിഞ്ഞ് സുരക്ഷിതനാക്കപ്പെട്ടവനുമാണ്. അതേസമയം അവിടെ വേറൊരു സൂചനയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലൂക്കാസ് 22:11 ഈ വിരുന്നശാല എന്ന അർത്ഥത്തിൽ ഇത് കത്തലീം എന്ന വാക്ക്, സത്രം എന്ന വാക്ക് ലൂക്കാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അന്ത്യത്താഴത്തിന്. അപ്പൊ യേശു അന്ത്യത്താഴം കഴിച്ചത് ഒരു സത്രത്തിലായിരുന്നു എന്നാണ് ലൂക്ക പറയണേ. സജ്ജീകൃതമായ മാളികമുറി എന്ന് പറയുന്നത് ഒരു സത്രമായിരുന്നുവെന്ന് ലൂക്കാസ് പറയുന്നു. ലൂക്കാസ് 22:11. മനുഷ്യവംശത്തിന് ആതിഥേയത്വം വരുന്ന ആളായ യേശു അതിഥിയെ പോലെ സത്രത്തിൽ പിറന്നില്ല. എന്നാൽ ഒരു സത്രത്തിൽ വെച്ചാണ് യേശു കുർബാന സ്ഥാപിക്കുന്നതും അന്ത്യവിരുന്ന് ആസ്വദിക്കുന്നതും. തീർത്ഥാടകരായ നാം ഈ ലോകത്തിൽ സ്ഥിര താമസക്കാരല്ല എന്നും, തീർത്ഥാടകരെ എവിടെ താമസിക്കുക? ഹോട്ടലിൽ, സത്രത്തിൽ. അങ്ങനെ താമസിക്കുന്നവർക്ക് വേണ്ട പാഥയം, തിരുപാഥയം, പൊതിച്ചോറ്, അതാണ് വിശുദ്ധ കുർബാനയെന്നും ലൂക്കാസ് പഠിപ്പിക്കുകയാണ്. യേശു പിറന്നു വീണത് സത്രത്തിലല്ല, അതിഥികൾക്ക് വേണ്ട സത്രത്തിലല്ല. പക്ഷെ അവൻ അന്ത്യത്താഴം കഴിച്ചതും കുർബാന സ്ഥാപിച്ചതും സത്രത്തിൽ വെച്ചാണ്. കാരണം നമ്മൾ ഈ ലോകത്ത് സ്ഥിരതാമസക്കാരല്ല. നമ്മൾ സത്രത്തിൽ താമസിക്കുന്ന പോലെ വാടകക്കാരാണ്, ഇവിടുന്ന് പോകേണ്ടവരാണ്. അങ്ങനെ തീർത്ഥയാത്ര പോകുമ്പോൾ നമുക്കൊരു പൊതിച്ചോറ് വേണം, ആത്മീയ ഭക്ഷണം വേണം, തിരുപാഥേയം. അതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് സത്രത്തിൽ വെച്ചാണ്, വിരുന്നുശാലയിൽ വെച്ചാണ്. കത്തല്യൂം എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാനയിലേക്കാണ് യേശുവിന്റെ ജനനത്തിന്റെ പശ്ചാത്തലം കൈച്ചൂണ്ടുന്നത്. പാപം മൂലം മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആയി മാറുന്നു. മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ യേശു കിടക്കുന്നു. അവൻ മനുഷ്യർക്ക് വൈക്കോലല്ല, തന്റെ സ്വന്തം മാംസരക്തങ്ങളാണ് അവർക്ക് അപ്പമായി കൊടുക്കുന്നത്. ഈ അലക്സാണ്ട്രിയയിൽ വിശുദ്ധ സിറില് കത്തേൻ ഓഫ് ഗ്രീക്ക് ഫാദേഴ്സ് എന്നുള്ള ആ രചനയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ പുൽത്തൊഴുത്ത് മുഴുവൻ, ഈ സത്രം, പുൽത്തൊഴുത്ത്, ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ മുഴുവൻ കുർബാനയിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. യേശുവിന്റെ ജനനത്തിന്റെ പശ്ചാത്തലം മുഴുവൻ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ലൂക്കാസ് എഴുതിയിരിക്കുന്നത്. പാപം മൂലം മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആയി മാറുന്നു. മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ യേശു കിടക്കുന്നു. അവൻ മനുഷ്യർക്ക് വൈക്കോലല്ല, തൻ്റെ സ്വന്തം മാംസരക്തങ്ങളാണ് അപ്പമായി, ആഹാരമായി കൊടുക്കുന്നത്. എത്ര ഗംഭീരമാണ് ഈ പുൽത്തൊഴുത്തിൻ്റെ ദൈവശാസ്ത്രം. ഇതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. പക്ഷെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ടല്ല അവർ എഴുതിയിരിക്കുന്നത്. ചരിത്രത്തിലെ സംഭവങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, കുർബാനയെക്കുറിച്ച്, മറിയത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച് ഇതൊക്കെ അവതരിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് വലിയൊരു ചിത്രക്കമ്പളമാണിത്. പലതരം വർണ്ണനൂലുകൾ കൊണ്ട് ഉപയോഗിച്ചുള്ള ഒരു ചിത്രക്കമ്പളമാണ് ലൂക്കാസ് തുന്നിയിരിക്കുന്നത്. ദൈവശാസ്ത്രം, ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എല്ലാം. ഞാൻ ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞു. അതേസമയം ആ ചരിത്രത്തിനുള്ളിൽ ദൈവശാസ്ത്രം ഇങ്ങനെ കുത്തി നിറച്ച്, നമുക്ക് ചരിത്രം അറിയാൻ വേണ്ടിയിട്ടല്ലല്ലോ ബൈബിള്, ദൈവത്തെക്കുറിച്ച് അറിയാൻ, ക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ, നമ്മുടെ രക്ഷയെക്കുറിച്ച് അറിയാൻ, കുർബാനയെക്കുറിച്ച് അറിയാൻ. അതാണ് ദൈവശാസ്ത്രം. അതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.
നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടാലാണ് മുഴുവൻ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുകയാണ്, ഈ ക്രിസ്മസിന് വീണ്ടും 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 നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നും ഇത് അധികം പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണമെന്നും നിർബന്ധപൂർവ്വം ഇത് കാണണമെന്നും ഉണ്ണീശോയ്ക്കാൾ സമ്മാനമായിട്ട് ഈ വീഡിയോ കണ്ട് കാഴ്ചവെക്കണമെന്നും ഞാൻ വീണ്ടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.